വട്ടയപ്പം നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അരി അരച്ചിട്ട് ഉണ്ടാക്കും, അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കും. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ റവ വെച്ചിട്ടുള്ള വട്ടയപ്പമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒരു വലിയ കഷ്ണം ശർക്കര കുത്തിപ്പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അച്ചിൻ്റെ കണക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ അച്ചാണെന്നുണ്ടെങ്കിൽ 4-5 അച്ച് ശർക്കര എടുക്കുക. ചെറിയ അച്ചാണെങ്കിൽ 6-7 അച്ച് ശർക്കര നമ്മൾ എടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനൊന്ന് നന്നായിട്ട് പാനിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് പാനിയാക്കട്ടെ. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചു, ഓണാക്കി. ഇപ്പോൾ ദേ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നൂൽപ്പാവാവൊന്നും വേണ്ട, ശർക്കര ഒന്ന് നന്നായിട്ട് മെൽറ്റായാൽ മതി. ഇനി ഞാൻ തീ ഓഫാക്കിയിട്ടിട്ട് ഇനി നന്നായിട്ട് ഇത് കൂളാവണം. നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് ആയി തണുക്കണ വരെ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു ഇത് റവ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തുള്ളത് വറുക്കാത്ത റവയാണെങ്കിൽ ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വറുക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് വറുത്ത റവ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഈസ്റ്റിൻ്റെ കാര്യത്തിൽ എപ്പോഴും എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. ഈസ്റ്റ് 2 തരമുണ്ട്. ഒന്ന് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഉണ്ട്, പിന്നെ ഒന്ന് ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് അരയ്ക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതാണ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ തരികൾ ഇതുപോലെ ഒരു ഇത്തിരി വലിപ്പമുള്ളതായിരിക്കും. അങ്ങനെ ഇത് നമ്മളെപ്പോഴും ചൂടുവെള്ളത്തിൽ ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പൊങ്ങാൻ വെച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് ഇതുപോലെ നമ്മൾ അരച്ച് ചേർക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അരയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ അത് ഫെർമെൻറ്റേഷൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാൻ ഒരു സ്പൂണിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. കുറച്ചും കൂടി ചെറിയ തരികളായിരിക്കും അതിൻ്റേത്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ചെറിയ തരികളായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. നമുക്കത് ഡയറക്റ്റായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് ഈസ്റ്റ് ആയിക്കോട്ടെ, ആക്റ്റീവ് ഈസ്റ്റോ ഡ്രൈ ഈസ്റ്റോ ഏതെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം. അതായത് പഴകിയ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പൊന്തൂല. അപ്പോൾ എപ്പോഴും നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈസ്റ്റ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് വട്ടയപ്പത്തിന് മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിക്സിയിൽ ഒരു ജാർ എടുക്കാം. അതിലേക്ക് ഒരു 3/4 കപ്പിൻ്റെ മേലെയായിട്ട് നാളികേരം ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് നാളികേരം തന്നെ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പിൻ്റെയും 1 കപ്പിൻ്റെയും ഇടയിലായിട്ടാണ് നാളികേരം എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് ചോറ്. അപ്പോൾ ഈ ചോറും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കണം. ഏലക്കായപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3-4 ഏലക്ക ഇട്ട് കൊടുത്താലും മതി. ഈ അരയ്ക്കുന്ന ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കരപ്പാനി ഉരുക്കി വെച്ചിരുന്നത്. അത് ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. തരികളില്ലാതെ നല്ല ഫൈനായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അരച്ചെടുത്ത മിക്സിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ആക്റ്റീവ് ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു, വീണ്ടും 1/2 കപ്പും കൂടി ഒഴിച്ചു. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ ഇത് വീണ്ടും ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇത് അരയ്ക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. നമ്മൾ നിർത്തിയിട്ട്, അതായത് ആ റവയൊക്കെ നല്ലോണം അരയാത്ത രീതിയിൽ, അതിൻ്റെ ആ തരിതരിപ്പ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അരച്ചെടുത്തത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ റവയുടെ ചെറിയ തരിതരിപ്പ് ഇപ്പോഴും അതിലുണ്ട്. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ ഒരിക്കലും ഈ റവ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ അരച്ചെടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത ആ ഒരു മിക്സ് നമുക്ക് ഒരു വട്ടയപ്പമൊക്കെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇപ്പോൾ ഇത്തിരി കട്ടിയാണ്. അപ്പോൾ ഇത്തിരി കൂടി ഒന്ന് ലൂസാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ട് ആ വെള്ളം ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കാം.
അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ്. നമ്മുടെ ദോശമാവിനേക്കാൾ ഇത്തിരിയും കൂടി ലൂസായിട്ട് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആവുന്ന രീതിയിൽ നിങ്ങൾ വെള്ളം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ്. അപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വട്ടയപ്പം നല്ല രീതിയിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായി. വട്ടയപ്പത്തിൻ്റെ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ കറക്റ്റ് മൂടി ഈ ഒരു മൂടിയാണ്. അപ്പോൾ എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും വട്ടയപ്പം, പാലപ്പം, വെള്ളയപ്പം ഒക്കെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കറക്റ്റ് എയർ ടൈറ്റ് ആയിട്ടുള്ള മൂടി വെച്ചിട്ട് മൂടരുത്. അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കുറച്ചൊന്ന് എയർ പാസേജ് കിട്ടുന്ന രീതിയിലുള്ള മൂടി വേണം മൂടാനായിട്ട്. ഈ ഒരു ടിപ്പ് എനിക്ക് എൻ്റെ അടുത്ത് നൈബറായിട്ടുള്ള ഒരു ആൻറ്റിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനപ്പോൾ ഇത്തിരി വലിപ്പമുള്ള മൂടി വെച്ചിട്ടാണ് ഇത് മൂടിയിട്ടുള്ളത്. ഇങ്ങനെ നമ്മളൊരു 3 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു 2.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. കാരണം അധികം പുളിപ്പ് രസം നമുക്കിതിലേക്ക് വേണ്ട. നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വട്ടയപ്പത്തിൻ്റെ മാവ് അങ്ങ് നല്ലോണം അങ്ങ് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ വളരെ ജെൻറ്റിലായിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആ മേലെ ആ ഒരു ബബിൾസൊക്കെ അങ്ങ് ഇതായി പോവും. അപ്പോൾ നമുക്ക് വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് വരില്ല. ഇനി നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. അതിൽ നെയ്യോ എണ്ണയോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരട്ടി കൊടുക്കുക. ഇപ്പം എൻ്റെ അടുത്തുള്ളത് ഇതുപോലെ ഒരു പ്ലേറ്റാണ്, അതുകൊണ്ട് ഞാനെടുത്ത്. നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടി സൈഡ് കുറച്ചും കൂടി മേലേക്ക് പൊന്തി നിൽക്കുന്ന പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കണമെങ്കിൽ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവിൻ്റെ മേലെ നിന്ന് നമുക്ക് എടുത്ത് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ഒരു ഭാഗത്തോളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്തിട്ടെടുത്തു. ഇനി നമ്മളൊരു സ്റ്റീമറിലേക്ക് നമ്മുടെ ആ ഒരു പ്ലേറ്റ് ഇറക്കി വെച്ചിട്ട് സ്റ്റീം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇത് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമ്മളിതൊന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്യണം. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിന് അത്ര കട്ടിയില്ല, അതുകൊണ്ടാണ് 20 മുതൽ 25 മിനിറ്റ് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ വട്ടയപ്പത്തിൻ്റെ ആ ഒഴിക്കുന്ന ആ ഒരു മാവിൻ്റെ ഇതനുസരിച്ച് നമ്മളതിൻ്റെ കൂടുതൽ ടൈം നമ്മൾ സ്റ്റീം ചെയ്തിട്ട് എടുക്കണം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഞാനപ്പോൾ നമ്മുടെ ഈ സ്റ്റീമർ തുറക്കണം. അപ്പോൾ നന്നായിട്ട് വെന്ത് ഇട്ടിട്ട് ഞാനൊരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വന്നു. ഇനി നമ്മൾ തീ ഓഫ് ആക്കിയിട്ടിട്ട് ഇതിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് തണുക്കട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് തണുക്കണം. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് പോരും. പിന്നെ നമ്മൾ കൈവച്ച് ഇതുപോലെ ഒന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനായിട്ടും പറ്റും. ഇപ്പം നമുക്ക് ഇതുപോലെ ഒരു സ്പാറ്റിലയുടെ ഒരു ഇതോടുകൂടി നമുക്കിത് പുറത്തേക്ക് എടുക്കണം. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല വട്ടയപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.